എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വളഞ്ഞിട്ട് പിടിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കൊരു ചേലാണ്. കാരണം എന്താ? മുഖ്യമന്ത്രിയെ അവർക്ക് വളഞ്ഞിട്ട് പോയിട്ട് ദൂരത്ത് നിന്ന് പോലും ഒന്ന് കാണാനോ പിടിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം വളഞ്ഞിട്ട് പിടിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് എന്ത് കേൾക്കണമോ അതിന് കൃത്യമായ മറുപടി കൃത്യമായി പറഞ്ഞുറപ്പിച്ച ശേഷമാണ് വി.ഡി. സതീശൻ ഇന്ന് പതിവ് പരിപാടികളിലേക്ക് തിരിഞ്ഞത്. എന്നാൽ ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ചോദ്യമാണ്: മാങ്കൂട്ടം സഭയിലേക്ക് വരുമോ എന്നത്. എന്നാൽ നോ കമന്റ്. അത് മാത്രമേ സതീശന് പറയാനുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, പറയാനുള്ളതെല്ലാം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന ഒറ്റ സെന്റൻസിൽ മാധ്യമങ്ങൾക്ക് കൂച്ചു വിലങ്ങിടുന്ന വി.ഡി. സതീശനെയുമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. എന്നാൽ തന്റെ വാക്കുകളിൽ അത്രയും ഒരു ഭീഷണിയുടെ സ്വരവും സതീശൻ ഉയർത്തിയിട്ടുണ്ട്. വ്യക്തമായ കാര്യകാരണങ്ങൾ സഹിതമാണ് അത്തരത്തിലൊരു ഭീഷണി സതീശൻ മുഴക്കിയത്. മിഷൻ 2026 UDFന്റെ കൈകളിലെത്തിയാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് തീർത്തും വ്യക്തമായിരുന്നു. അതിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് കേരളത്തിന്റെ ആഭ്യന്തരം കൂടി കൈയാളുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തല മണ്ണിൽ പൂഴ്ത്തിയ ഒട്ടകത്തെ പോലെയാണ് എന്നാണ്, മൗനീഭാവയായി ഇരിക്കുന്നു എന്നുമൊക്കെയാണ് സതീശൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും വി.ഡി. സതീശൻ മുഖ്യൻ തുടരുന്ന മൗനത്തെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതൊരു പുകച്ചു പുറത്തു ചാടിക്കൽ തന്ത്രം കൂടിയാണ്. എന്തായാലും ആ രംഗങ്ങൾ ഒന്ന് കാണാം. തിരിച്ചില്ല. ഒരു വീട് വയ്ക്കാൻ വേണ്ടി, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പണം നിക്ഷേപിച്ചു. അതിൻ്റെ പണമില്ല. ആ പണമെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുവരികയാണ് നേതാക്കന്മാർ. കൊള്ളയടിക്കുകയാണ്. എവിടെ പോയി ED അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസായി. ED ഇപ്പൊ കഴുത്തിൽ പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ്. ഓർമ്മയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി BJPക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു BJP നേതൃത്വം. കാരണം ഇവരെല്ലാം ഏറ്റവും വലിയ ഗുരുതരമായ അഴിമതി കേസുകളിലെ പ്രതികളായി, മണി ലോണ്ടറിങ് കേസുകളിൽ പ്രതികളാകേണ്ട ആളുകളാണ് ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. ഇത് തന്നെയാണ് മിക്കവാറും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. CPM കൊള്ളക്കാരുടെ കവർച്ച സംഘമായി CPM നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, DYFI ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. വ്യാപകമായി കസ്റ്റോഡിയൽ ടോർച്ചർ, കസ്റ്റോഡിയൽ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തു വരും എന്ന് ഭയപ്പെട്ട് DYFI നേതാവിനെ അഴിമതി കേസിൽ പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. DYFI നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. ഒരു അഴിമതി പുറത്തു കൊണ്ടുവരും എന്ന് ഭയന്നപ്പോൾ നേതാക്കന്മാർ പരാതി കൊടുത്ത് ഈ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് മൃതപ്രായനാക്കി. 4 മാസത്തിനകം അതിൻ്റെ ക്ഷീണത്തിൽ അയാളും മരിച്ചു. അതിൻ്റെ ക്ഷതമേറ്റ് അയാളും മരിച്ചു. ഇന്നലെ KSU നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട്, കറുത്ത തുണിയിട്ട്, കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി. അവർ തീവ്രവാദികളാണോ? കൊടും കുറ്റവാളികളാണോ? എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ? അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട്. ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ്, പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കള്ളക്കേസിൽ KSUക്കാരെ കുടുക്കി, വിദ്യാർത്ഥി നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കോടതി കൊണ്ട്. എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാകുന്നത്? രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കും. പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു, ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു വെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത്? എവിടെ മുഖ്യമന്ത്രി? എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം. നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ, നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത്.
നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിന്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത്. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളെ പോലെയാക്കി നിങ്ങൾ മാറ്റി. നിങ്ങളുടെ ഇച്ഛാനുസരണം അവരെ പ്രവർത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. ഇതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീവ്രവാദികളെ പോലെ തലയിൽ തുണിയിട്ട്, കറുത്ത തുണിയിട്ട്, കയ്യാമം വെച്ച് കോടതിയിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പാവപ്പെട്ട പിള്ളേരെ കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾ തലയിൽ തുണിയിട്ട് നമുക്കിതൊക്കെ മറുപടി പറയിപ്പിക്കാം. ഞങ്ങൾ സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. ഇത് ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ എതിർക്കും. കാരണം ഇത് നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള BJPയുടെ തന്ത്രമാണ്. BJPയുടെ തന്ത്രമാണ്. എന്തിനാണ് വോട്ടർ പട്ടിക 2002 പോകുന്നത്? 52 ലക്ഷം പേരുടെ വോട്ട് ചേർക്കേണ്ടി വരും. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഇനി എത്ര ശ്രമകരമായ കാര്യമാണ്. എത്ര അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോവും. 52 ലക്ഷം പേരുടെ ഇനി ചേർക്കാനുള്ളവരുടെ കൂടാതെ 52 ലക്ഷം പേർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 23 വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് SIR എന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതിനെതിരായി ഞങ്ങൾ ശക്തിയായ പ്രക്ഷോഭം ബീഹാറിൽ എന്നതുപോലെ കേരളത്തിലും സംഘടിപ്പിക്കും. ഒരു സംശയവും വേണ്ട. ഏത് ഇവിടുത്തെ അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും KPCCയും അതിനാവശ്യമായ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇല്ല, ആ വിഷയം ക്ലോസ് ചെയ്താണ്, ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്. ഒന്നുമില്ല, അത് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളാണ്. ആരും ഞങ്ങൾ പറയേണ്ട അഭിപ്രായം KPCC പ്രസിഡന്റ് ഉചിതമായ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറയും. ഞങ്ങൾ അതൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നത്തിങ് മോർ, നോ മോർ കമന്റ്സ്. ഇന്നലെ പറഞ്ഞല്ലോ.